എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ട്രെൻഡാണല്ലോ. ഇരയാക്കപ്പെട്ട ഒരു നിലവിളി കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച കോൺഗ്രസിന്റെ കൊടിയാണ് എന്റെ നിലവിലിരിക്കുന്നത്. ഇന്ന് അവര് വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ അടുത്ത് വന്നല്ല, കഴിഞ്ഞ മാസം വന്ന് ചോദിച്ചു, മോളെ ഉമ്മൻചാണ്ടി തന്ന തുണിയാണെന്ന് എനിക്ക്. ഞാൻ അതിനെ ഇല്ലയിൽ കെട്ടി വെച്ചിരിക്കും. ഉമ്മൻചാണ്ടി ആരാണെന്ന് ചോദിച്ചു. എന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞു. കേട്ട മേളെ കേട്ട, ഞാൻ 55 വർഷമായ മാർക്കറ്റിനെ മണൽ തരിയാക്കി തന്നു. ഇന്ന് ഞങ്ങൾക്ക് ആ മാർക്കറ്റ് വേണം. ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇത് പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ, ഞങ്ങൾക്ക് ആദ്യം ആ ബിൽഡിംഗ് കെട്ടി തന്നിട്ട് പൊളിച്ചു. വലിയ കാര്യമായിപ്പോയി. കരച്ചിലിനിടയിലും ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഷോളാണ് കെട്ടിയിരിക്കുന്നത്, അതും കെട്ടി ഇനിയിപ്പോ വീട്ടിൽ പോയിരിക്കാം. ഇന്നലകളിൽ വോട്ട് ചെയ്യാൻ അവസരം വന്നപ്പോൾ തറവാട്ടിൽ പിറന്നവരും കുടുംബത്തിൽ പിറന്ന കുട്ടികളും വരട്ടെ. അവരാകുമ്പോൾ എന്താണ്, തൊഴിലാളികളുടെ വീട്ടിൽ നിന്ന് വരുന്ന പോലെ കുറഞ്ഞ ആൾക്കാരല്ലല്ലോ, മഹിമയുള്ളവരാണല്ലോ, അല്ലെങ്കിൽ തറവാട്ട് പേരുള്ളവരാണല്ലോ. ആ തറവാട്ടിന്റെ പേരിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആ ഭരണം വരുമ്പോൾ ദുരിതത്തിലാകുന്നത് താഴേക്കിടയിലുള്ള മനുഷ്യരാണ്. കാര്യം, ഭരിക്കുന്നവർക്ക് തറവാടുകൾക്കകത്തും തറവാടുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് മാത്രമേ മനസ്സിലാകൂ എന്നിരിക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ കാലവും താഴെ തട്ടിലുള്ള മനുഷ്യരുടെ വയറ്റിപ്പിഴപ്പ് മുട്ടിക്കുക, അല്ലെങ്കിൽ അവരുടെ കിടപ്പാടം ഇല്ലാതാക്കുക. എറണാകുളത്ത് കണ്ട അതേ കാഴ്ച നേരെ പാളയം മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ കുറെ മനുഷ്യരുടെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണ്. ദൈനംദിനം ചെറുകിട കച്ചവടവും നടത്തിയ ഇടത്ത് ഇന്നിപ്പോ കോർപ്പറേഷന്റെ പൊളിക്കൽ നടപടിയൊക്കെ ആരംഭിക്കുമ്പോൾ, ഇന്നലകളിൽ പാവങ്ങളുടെ സർക്കാരാണ് വരുന്നു എന്ന പ്രചരണം നടത്തുമ്പോൾ, ആ സർക്കാർ വന്നതിന് ശേഷം ആരൊക്കെ വഴിയാധാരമാകുന്നുണ്ട്, ആരുടെയൊക്കെ വീട്ടിലെ വരുമാനം നിലയ്ക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. ഇത് ഏതെങ്കിലും വൻകിടക്കാരനെതിരെ ഇവർ നടപടി സ്വീകരിക്കുമോ? ഇവിടത്തെ ഏറ്റവും സമ്പന്നതയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ തറവാട്ടിപ്പറന്നു എന്ന് പറയുന്നവരുടെ കയ്യേറ്റങ്ങൾ ഒരുപാട് തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും കാണില്ല, അങ്ങോട്ടേക്ക് നോട്ടമേ പോകില്ല. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സാധാരണക്കാരായിട്ടുള്ളവർ, അവർ ഒച്ചയെടുത്താലോ നിലവിളിച്ചാലോ അധികാരത്തിന്റെ കരുത്തുപയോഗിച്ച് മർദ്ദന ഉപകരണങ്ങളായ പോലീസിനെ ഉപയോഗിച്ചെല്ലാം നമുക്കതിനെ നേരിടാൻ പറ്റും, ഇല്ലായ്മ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പാവങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് എന്ത് നേടി? ഇപ്പോ ആ പുറത്തിറങ്ങിയ സ്ത്രീ തന്നെ വളരെ അഭിമാനത്തോടുകൂടി കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ട്. ആ കോൺഗ്രസ്സുകാർ ഒരു മനുഷ്യരെങ്കിലും അവരെ രക്ഷിക്കാനായിട്ട് അടുത്തേക്ക് വന്നു. അവർക്കിത് കേൾക്കാനുള്ള സമയം വേണ്ടേ? എന്തായാലും ചെയ്തതിനൊക്കെയും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങൾ തന്നെ അനുഭവിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നങ്ങൾ നിങ്ങൾ വോട്ടിലൂടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരർഹിക്കുന്നതാണ്? ഈ കരയുന്നവർ തന്നെ അർഹിക്കുന്നതാണ്. ഇന്നലകളിൽ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് വലിയ സമ്പൽ സമൃദ്ധി ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ചിലതൊക്കെ കണ്ണടച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അതൊക്കെ ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ കിട്ടാൻ പോകുന്നു എന്ന മോഹന വാഗ്ദാനം കേട്ടപ്പോൾ ചാടി വീണതല്ലേ? അങ്ങനെ പ്രലോഭനത്തിൽ വീഴുന്നവർക്ക് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന ഇതാണ്. ഒരുപക്ഷെ ഇവരെയൊക്കെ ഒഴിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് മറ്റൊരിടം കാട്ടിക്കൊടുത്ത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവനോപാധി നടത്തിക്കൊള്ളൂ എന്ന് പറയുന്നത് അന്തസ്സാണ്, അല്ലെങ്കിൽ മനുഷ്യത്വമാണ്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ കുടിയിറക്കി വിടുക, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുത്തി തെരുവിലേക്ക് ഇറക്കി വിടുന്ന ആ പരിപാടി, അത് തീർത്തും മനുഷ്യത്വ വിരുദ്ധം തന്നെയാണ്. പുതിയ കാലഘട്ടത്തിലെ തറവാട്ടിൽ പറന്ന, കുടുംബത്തിൽ പറന്ന ആളുകളുടെയൊക്കെ സർക്കാർ വരുമ്പോൾ ഈ തറവാട്ടിൽ പറന്നവർക്ക് മാത്രമേ ഈ നാട്ടിൽ പരിഗണന കിട്ടൂ എന്നുള്ള സാമാന്യ ബോധം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞോളൂ.